ഒരു 8ാം ക്ലാസ്സോ തുടങ്ങിയിട്ട് ഈ BTS എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ടല്ലോ, അതിൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമായിരുന്നു. എന്താ ഈ കൊറിയൻ്റെ ഇത് കണ്ടാണോ വേറെ എന്തെങ്കിലും ഉണ്ടോ? കൊച്ചിനെ ഇതിൻ്റെ പിന്നിൽ നിന്ന് ആരെങ്കിലും പ്രവർത്തിച്ച് കൊച്ചിനെ ഇത് ട്രാപ്പിൽ പെടുത്തിയതാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല. മോളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടിക്ക് ഒരു കൊറിയൻ ചെറുക്കനുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ടെന്നും അവിടുത്തെ കുട്ടികളും എല്ലാം മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ അത് തന്നെയാണ് കിടക്കണേന്നുള്ളത്. ഇക്കഴിഞ്ഞ ജനുവരി 27-നാണ് ചോറ്റാനിക്കരയിൽ കൊറിയൻ സുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്ത് 16-കാരി പാറമടയിൽ ചാടി മരണപ്പെട്ട വിവരം പുറം ലോകമറിയുന്നത്. ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ മരണത്തിന് പിന്നിലുള്ള കാരണം കണ്ടെത്താനോ ദുരൂഹത നീക്കാനോ കഴിഞ്ഞിട്ടില്ല. കൊറിയൻ ഡ്രാമകളും സംഗീതവും സീരീസുമെല്ലാം ഇന്നത്തെ യുവത്വത്തിനിടയിൽ ഹരമായി കൊണ്ടിരിക്കുകയാണ് ചോറ്റാനിക്കരയിലെ 16-കാരി ആദിത്യയുടെ മരണവും. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത് മരിച്ചതിലുള്ള മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുന്നുവെന്നായിരുന്നു പെൺകുട്ടിയുടെ കുറിപ്പ്. എന്നാൽ കൊറിയൻ സുഹൃത്ത് മിഥ്യയാണോ സത്യമാണോ എന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. മോളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടിക്ക് ഒരു കൊറിയൻ ചെറുക്കനുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ടെന്നും ആ കുട്ടിയുടെ വീട്ടിൽ അയാളും ഫാമിലിയും വന്നു, ഈ കുട്ടിയുടെ ഫാമിലിയെ കണ്ടു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നോട് മോള് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മാത്രമാണ് ഒരു കൊറിയൻ വാർത്ത എനിക്കറിയാവുന്നതുള്ളൂ. അല്ലാതെ നമ്മുടെ കൊച്ചിനെ റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു വാർത്തയും അവൾ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊറിയൻ ഭാഷ തനിയെ പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങിയിരുന്നു. BTS ബ്രാൻഡിനോടക്കം താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ആദിത്യയ്ക്ക് ഒരു കൊറിയൻ സുഹൃത്തുണ്ടെന്നോ മറ്റു വിവരങ്ങളോ വീട്ടുകാർക്ക് അറിയുമായിരുന്നില്ലെന്നാണ് ആദിത്യയുടെ അമ്മ പറയുന്നത്. ഒരു 8ാം ക്ലാസ്സോ തുടങ്ങിയിട്ട് ഈ BTS എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ടല്ലോ, അതിൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുകയോ എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എപ്പോഴോ ഇപ്പം ഈ അടുത്ത ഇടയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നു, കൊറിയൻ ലെറ്റേഴ്സ് ABCD അങ്ങനെ അത് എഴുതി ഒക്കെ പഠിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ലെറ്റർ സോഷ്യൽ മീഡിയയിൽ കിടക്കണം, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരിത്. കൂടുതലും ഞാനാണ് ഈ വീട്ടിലുണ്ടാവാറ്. അച്ഛൻ പണി സംബന്ധമായിട്ടുള്ള തിരക്കുകളുമായിട്ടൊക്കെ ആയിരിക്കും. എന്നാൽ പോലും എന്ത് കാര്യം ഉണ്ടെങ്കിലുമൊക്കെ എന്നോട് പറയും. പിന്നെ അച്ഛനോടും ചിലതൊക്കെ പറയാറുണ്ട് അച്ഛനിവിടെ ഉള്ള സമയത്ത്. വീട്ടിൽ വന്നിട്ടാണെങ്കിലും കുറച്ച് നേരമൊക്കെ ഫോൺ എല്ലാ കുട്ടികളെ പോലെയും ഉപയോഗിക്കുമെന്നല്ലാണ്ട് അത് ഈ കവിഞ്ഞിട്ടുള്ളൊരു ഫോൺ ഉപയോഗമൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. പിന്നെ കമ്പൈൻ സ്റ്റഡി പിള്ളേർ തമ്മിൽ ചെയ്യുമല്ലോ, അപ്പം അത് അങ്ങനെയൊക്കെ പിള്ളേരെ വിളിച്ചിട്ട് ഓരോ ഡൗട്ട് ചോദിക്കലും വേറെ പിള്ളേർ ഇതിൻ്റെ അടുക്കയിൽ എന്തെങ്കിലും ചോദിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ അടുത്തിടയ്ക്ക് മിസ്സുമാർ തന്നെ ഗ്രൂപ്പിൽ ഗൂഗിൾ മീറ്റ് പോലെ സ്കൂളിൽ വെച്ച് പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേർക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പിള്ളേരെ ചേർത്തിട്ട് ഗൂഗിൾ മീറ്റ് വഴി പറഞ്ഞു കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾക്കാണ് കൂടുതലും ഫോൺ ഉപയോഗിക്കൽ നമ്മൾ കണ്ടേക്കുന്നത്. ആദിത്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇഴയുന്നു എന്ന വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. പുത്തൻകുരിശ് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. സൈബർ പോലീസ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. വേറെ അന്വേഷണ ഏജൻസികൾ ഏറ്റെടുത്തു കേസ് അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഇത്രയും വേഗം ഇതിൻ്റെ കാരണം നമുക്കും കൂടി അറിയാൻ പറ്റുമല്ലോ.